Hey guys, welcome back to PETROLHEAD Motor Garage. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാ കണ്ടില്ലേ, ബാക്കിൽ കിടക്കുന്ന കോണ്ടസൈൻ്റെ കോൾഡ് സ്റ്റാർട്ടാണ്. ആക്ച്വലി നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചു, ഈ വണ്ടി നമ്മൾ അടുത്ത റീസ്റ്റോറേഷൻ പ്രൊജക്റ്റായിട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയിൽ നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നു. വണ്ടി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് വണ്ടിയുടെ അവസ്ഥ. ബാക്കൊക്കെ ഫുൾ പാച്ച് വർക്കാണ്. വണ്ടി ടോട്ടലി മൊത്തം പാച്ച് വർക്കാണ് കേട്ടോ. കണ്ടില്ലേ, സൈഡ് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് റീസ്റ്റോർ ചെയ്ത് ഇറക്കണം. കാരണം ഈ കാണുന്ന ബോണറ്റ് കണ്ടില്ലേ, ബോണറ്റിനകത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ മുകളിൽ കവർ ചെയ്തായിരുന്നു. അങ്ങനെയാണ് ഈ എന്താ പറയുക ബോണറ്റ് ഇത്രയും പോകാൻ കാരണം. കാരണം അതിൻ്റെ ഉള്ളിൽ വെള്ളം നിന്നിട്ട് അത് അത്രയും പോയി. ബാക്കിയുള്ളിടത്തൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് പാച്ചസ് ഉള്ളൂ. അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ പാച്ച് വർക്ക് നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. ഉണ്ടല്ലേ, ഇതാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ളൊരു ലുക്കും കാര്യങ്ങളിലൊക്കെ ഹോൾസ് വേണ്ടിയിട്ടുണ്ട്. കാരണം ഫുൾ റെസ്റ്റാണ് വണ്ടിയിൽ. ബീഡിങ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, എല്ലാം അഴിച്ചിട്ട് ഇടാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. അത് തന്നെ വലിയൊരു കാര്യം. പിന്നെ രണ്ടാമത് ഒരു സാധനങ്ങളൊന്നും മിസ്സിങ് ഇല്ല, എല്ലാ സാധനങ്ങളും ഉണ്ട്. ബാക്ക് ബമ്പർ ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും വണ്ടിയിൽ തന്നെ ഉണ്ട്. അതാണ് കോണ്ടസയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് നമുക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ കോണ്ടസയുടെ സ്പെയറിന് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടിഞ്ഞ റേറ്റാണ്. അപ്പോൾ എവിടെയും ഒരു സാധനം വാങ്ങിക്കാൻ ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ പല സാധനവും ഇല്ല, ആരുടെ കയ്യിലും ഇല്ല, ഉള്ളതൊക്കെ പൂഴ്ത്തി വെച്ച് വിൽപ്പനയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പെയർ കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ചെന്ന് ഓൾഡ് സ്റ്റോക്ക് ഇരിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ സ്പെയർ മാത്രമായിട്ട് ഓൺലൈനിട്ട് വിൽക്കുന്നവരുടെ കയ്യിലെടുത്തൊന്നും നമുക്കൊരു സാധനം വാങ്ങിക്കാനായിട്ട് ചെല്ലാൻ പറ്റില്ല. നമുക്ക് ബോംബെ, ഡൽഹി അതേപോലെയുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ ചെന്നൈയിലൊക്കെ ഉണ്ടെന്ന് പറയണം. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് പിന്നെ ചെന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരുപാട് പഴയതൊക്കെ കണ്ടുപിടിക്കണം. പിന്നെ കുറേ പേര് നിർത്തിയൊരു വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ കോണ്ടാക്ട്സ് തപ്പി കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ പോയി വാങ്ങിച്ചാൽ അവരുടെ ഫോട്ടോ കിട്ടി. ഇങ്ങനെ ഒരു വണ്ടി കൊണ്ട് കൊടുക്കാൻ വേണമെന്ന് ചോദിച്ചു, ഉടനെ അഡ്വാൻസ് ഇട്ടു, വണ്ടി ടോ ചെയ്ത് വീട്ടിലെത്തിച്ചു. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട. സാധനങ്ങൾ കിട്ടിയിട്ട് എല്ലാ സാധനങ്ങളും നമ്മൾ കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷമായിരിക്കും റീസ്റ്റോറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ വണ്ടിയുടെ ജസ്റ്റ് ഒരു കോൾഡ് സ്റ്റാർട്ടാണ് ചെയ്യണത്. എഞ്ചിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് നോക്കും. അപ്പോൾ ഇത് പവർ ക്ലച്ചിലേക്കൊക്കെ കൺവേർട്ട് ചെയ്തേക്കുന്ന വണ്ടിയാണ്. പിന്നെ അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കണം, എന്നാലേ ഓടിക്കാൻ പറ്റുള്ളൂ. ബ്രേക്കിൻ്റെ 1-2 പൈപ്പുകൾ മുറിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയാലാണ് ഓടിക്കാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നു. ഏകദേശം ഒരു 15-16 വർഷത്തോളം ഒരു വീട്ടിൽ കിടന്ന വണ്ടിയാണ്. എന്നിട്ടാണ് നമുക്ക് കിട്ടണത്. വണ്ടിയുടെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ സൈഡ് ഇങ്ങനെയാണ്. അത്യാവശ്യം ഷേപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ വണ്ടി നല്ല ഷേപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. പാച്ച് വർക്ക് ഉണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ ഇതിനകത്തുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബീഡിങ്, ഡോറിൻ്റെ സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. ഒന്നും പോയിട്ടില്ല. കാരണം ഈ സാധനമൊക്കെ മുടിഞ്ഞ റേറ്റും കിട്ടാനുമില്ല, പലരിടത്തും ഇല്ല. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഡോറിൻ്റെ ഹാൻഡിൽ, ബീഡിങ്ങുകൾ എല്ലാം അവിടെ ഉണ്ട്. ബാക്ക് ബീഡിങ് ആണെങ്കിലും നമുക്ക് ഇത് അഴിച്ച് മാറ്റിയിടാൻ പറ്റും. കാരണം ഇത് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് മാറ്റിയതാണ് ഈ ബീഡിങ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യവും കൂടെ ഇത് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലാണെങ്കിലും ഒരു ബമ്പർ കുറവുണ്ട്. പിന്നെ ടൈൽ ലൈറ്റൊക്കെ നമുക്ക് സോഴ്സ് ചെയ്യണം. പിന്നെ എന്താ പറയുക, നമ്മുടെ ഫ്യൂൽ ടാങ്കിൻ്റെ അടപ്പ് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ ഡോറ് കംപ്ലൈൻ്റ് ആണ്. കണ്ടില്ലേ, പ്ലാറ്റ്ഫോമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല. കണ്ടില്ലേ, വലിയ സീനുകളായിട്ടൊന്നുമില്ല. ഇതേപോലെയുള്ള ഹോളുകളുണ്ടല്ലോ, ഇതേപോലെയുള്ള ഹോളുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതേപോലൊരു ഹോളാണ് ഇവിടെയും. ആ ഹോളിൻ്റെ അവിടെ മാത്രം ശകലം പാച്ച് ആയിന്നുള്ളൂ. ബാക്കി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പ്ലാറ്റ്ഫോം ഒന്നും വലിയ സീനായിട്ടില്ല. പിന്നെ സീനുള്ള സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇതാണ്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ അലൈൻമെൻറ്റ്, നാപ്രോണിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. ഇതൊക്കെ ചെറിയൊരു ഭാഗമായിട്ട് വരും. ഇതിന് അലൈൻമെൻ്റ് ഉള്ള. അപ്പോൾ അതൊക്കെയാണ് വിഷയം. ബാക്കി ഡോർ പാഡ് കാര്യങ്ങളൊക്കെ ഒന്നും പോയിട്ടില്ല. ഒരു വലിയ സമാധാനം. ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിയുമ്പോൾ വണ്ടി കോയാസിൻ്റെ ഇൻറ്റീരിയർ ആണെന്നാണ് നമുക്ക് തന്നവർ പറഞ്ഞത്. ഉണ്ടല്ലേ, ടോപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം കിടിലൻ ഇൻറ്റീരിയർ ആയിരുന്നു വണ്ടി ഇൻറ്റീരിയർ ചെയ്ത് ഇറക്കിയപ്പോൾ. ഇപ്പോൾ എല്ലാം നശിച്ചു പോയിട്ടുണ്ട്. ഡാഷ്ബോർഡ് കസ്റ്റം ഡാഷ്ബോർഡ് ചെയ്തെടുത്തേക്കണതാണ്. ഡാഷ്ബോർഡിലാണെങ്കിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. മീറ്ററും ബാക്കി AC-യുടെയും എല്ലാം അവിടെ ഉണ്ട്. കീ കാര്യങ്ങളൊക്കെ ഒറിജിനൽ കീയും എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് പോലെയൊക്കെ സെറ്റ് ചെയ്ത് അന്ന് അത്യാവശ്യം കാശ് മുടക്കി ചെയ്തേക്കണ തന്നെയാണ്. AC മാത്രമേ ഉള്ളൂ, നോർമൽ വണ്ടിയാണ്. ബാക്കി ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇൻറ്റീരിയറിലും മിസ്സിങ് എന്ന് പറയാനായിട്ട് ഈ ഡോറിൻ്റെ ഈ ലോക്ക്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് റെസ്റ്റ്, അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഹാൻഡ് റെസ്റ്റ് ആക്ച്വലി ഇതിലുണ്ടായിരുന്നില്ല തോന്നുന്നു. പിന്നെ ഈ ഡോറിൻ്റെ ലോക്കിൻ്റെ ചുറ്റും തന്നെ ഒരു കവറൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ മിസ്സിങ് ആയിട്ടുള്ളൂ. അകത്ത് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങൾ അതൊക്കെ നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതന്നെ കണ്ടില്ലേ, ഇതാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ളൊരവസ്ഥ. ഈ സൈഡൊക്കെ കണ്ടോ, വിട്ടു പോകുന്നേക്കാണ് അല്ലേ. ഈ സൈഡിലേക്കൊക്കെ വരുമ്പോൾ വലിയ ഹോളാണ്, റെസ്റ്റാണ് കംപ്ലീറ്റ്. വണ്ടിയുടെ ഹുഡ് മൊത്തത്തിൽ പോയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിനകത്ത്
നമ്മുടെ വലിയൊരു ഇതിട്ടേക്കായിരുന്നു, ഒരു ഫ്ലെക്സ് ഉണ്ടല്ലോ നമ്മുടെ, ആ സാധനം ഇട്ട് വെച്ചുകൊണ്ട് തന്നെ അത് നിന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം ഇറങ്ങിയിട്ടാണ് ഈ ഹുഡ് ഇത്രയും നാശമായി പോയത് കേട്ടോ. കാരണം ഈ ഒരു ഇതുവരെ അവർ ആ ഒരു ഫ്ലെക്സ് ഇട്ട് മറച്ചു വെച്ചേക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിലോട്ട് വെള്ളം ഇറങ്ങാതിരിക്കാനെന്തോ അവർ ചെയ്തതാണ്. പക്ഷേ അത് ചെയ്തുകൊണ്ട് ഹുഡ് പോയി കിട്ടി. അപ്പോൾ ആ സാധനം വാങ്ങിക്കണം, പറ്റിയാണ് മേടിക്കണം. പക്ഷേ എനിക്ക് നല്ല ഷേപ്പുള്ള സാധനമായിരുന്നു, ഇതെല്ലാം അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിലാണെങ്കിലും ടോ ചെയ്ത് എടുത്തോണ്ട് വന്ന സമയത്ത് ആക്ച്വലി നമുക്ക് ഈ വണ്ടി കിട്ടുന്നതിന് മുമ്പ് വേറൊരു ടീം ഇത് ടോ ചെയ്തായിരുന്നു. അങ്ങനെയാണ് ഇത്രയും നശിച്ചു പോയത്. അപ്പോൾ അതുകൊണ്ട് നമ്മളും ടോ ചെയ്ത് തന്നെ കൊണ്ടുവന്നു. കാരണം ഫ്ലാറ്റ് ബെഡിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു, ഒരുപാട് ദൂരെ നിന്നാണ് വണ്ടി നമ്മൾ വീട്ടിലേക്ക് എത്തിച്ചേക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടോ ചെയ്തുകൊണ്ട് തന്നെ പോന്നു. ഫ്രണ്ട് ബമ്പറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റം ചെയ്തെടുത്തേക്കണാണ്, കണ്ടില്ലേ, മെറ്റലിലാണ് ചെയ്തെടുത്തേക്കണേ. അന്നത്തെ പാച്ച് വർക്കർമാരുടെ സ്കില്ല് അതിൽ കാണുന്നുണ്ട്. മെറ്റലിൽ ചെയ്തെടുത്തേക്കണ ഫ്രണ്ട് ബമ്പറാണ്. ബാക്കി ഈ ഗ്രില്ലിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോഴാണേലും ഒന്നും മിസ്സിങ് ഇല്ല, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. അതിനകത്തുള്ള ലോഗോ ഞാൻ അഴിച്ചെടുത്ത് വണ്ടിയുടെ അകത്ത് വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ഹെഡ് ലൈറ്റ് സാധനങ്ങളൊക്കെ വണ്ടിക്കകത്തുണ്ട്. എന്താ പറയുക, നമ്മുടെ വൈപ്പറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ള അവസ്ഥ. ഫ്രണ്ടിൽ വീല് കണ്ടില്ലേ, ഇത് ആക്ച്വലി പുറയത്തെ ആയിരുന്നു. ടോ ചെയ്ത് വരുന്ന വഴിക്ക് ഒന്ന് പടക്കം പൊട്ടണ പോലെ പൊട്ടി. ഇത് രണ്ടാമത്തത് അവിടെ കിടക്കുന്നുണ്ട്, അതും പൊട്ടി. അപ്പോൾ രണ്ടും പൊട്ടിയപ്പോൾ നമ്മൾ ഫ്രണ്ടിലുണ്ടാകുന്ന ടയർ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് സ്റ്റെപ്പിനെയൊക്കെ ഇട്ട് ലാസ്റ്റ് വണ്ടി നമ്മൾ വിജയകരമായി വീട്ടിലെത്തിച്ചു. അപ്പോൾ അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ആദ്യം ഇട്ട് ആ സാധനങ്ങളെല്ലാം ഫൈൻഡ് ചെയ്തതിന് ശേഷം, അതായത് മെക്കാനിക്കൽ പാർട്ട്, പിന്നെ അതുപോലെ തന്നെ പാച്ച് വർക്ക് ചെയ്തെടുക്കാനുള്ള സംഭവങ്ങൾ, ഈ 2 സാധനങ്ങൾ എല്ലാം സോഴ്സ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ പണി തുടങ്ങുള്ളൂ. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് നേരെ വണ്ടി ഒന്ന് കോൾ സ്റ്റാർട്ട് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ എന്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വണ്ടിയുടെ എൻജിൻ ബേ ആദ്യം നമുക്ക് തുറക്കാം. ഇതാണ് വണ്ടിയുടെ എൻജിൻ ബേ. ഒരു ഡീസൽ എഞ്ചിനാണ് ഇതിനകത്തുള്ളത്. ആക്ച്വലി ഈ വണ്ടി എൻജിൻ സ്വാപ്പ് ചെയ്തിട്ട് ഡീസലാക്കിയേക്കുന്ന ഒരു വണ്ടി കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ വണ്ടിയുടെ മൊത്തത്തിലുള്ളൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ റൂമിൻ്റെയൊക്കെ അവസ്ഥ ഇങ്ങനെയാണ്. ഫുൾ കംപ്ലീറ്റ് റെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിന്ന് വണ്ടി എന്താണെങ്കിലും പിടുത്തം വിട്ട് പോയി. നമ്മൾ ഈ കാണുന്ന ക്യാന് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ്. കുറച്ച് പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിലും കാണുന്നതാണ് എങ്ങനെയാണ് ഫ്യൂവലിൻ്റെ പൈപ്പ് കൊടുക്കണതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ പൈപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. ഈ കാണുന്നത് പെട്ടെന്ന് ചെയ്ത് ഇതാക്കാനായിട്ട് വലിയ റേഡിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എ സിയുടെ കംപ്രസറാണിത്. ഇത് ആക്ച്വലി എ സി രണ്ടാമത് ആഡ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇത്രയും വലിയ പുള്ളിയൊക്കെ ഇവിടെ, ഐഡ്ലിംഗ് പുള്ളി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിൻ പുള്ളിയെന്ന് വേറെ ഇതൊക്കെ എടുത്തിട്ട് ആരോ തകൃതിയായിട്ട് എന്തോ ചെയ്ത് വെച്ചേക്കട്ടോ അത് ആണല്ലേ. ഇപ്പോൾ വണ്ടി ശരിക്കും ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പെട്രോളായിരുന്നു, കൺവേർട്ടഡ് ടു ഡീസൽ. കാരണം അന്നൊക്കെ പെട്രോൾ വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ഡീസലിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. പവർ ക്ലച്ചിൻ്റെ ഒരു സാധനം മാത്രം അവിടെ ഉണ്ട്, അതിൻ്റെ ബാക്കി ഇതൊന്നുമില്ല. നമ്മുടെ സിലിണ്ടറിൻ്റെ ഒരു സൈഡ് അവിടെ ഉണ്ട്, മറ്റേത് പോയിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ എൻജിൻ ബേ.
ഗായ്സ് നമ്മൾ 24 കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാറ്ററി. ക്രാങ്ക് ചെയ്യാൻ പോവാണ്. ഗായ്സ് ഇതാണ് വണ്ടിയുടെ ഇഞ്ചിൻ്റെ അവസ്ഥ. ഇഞ്ചിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ പമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ തന്നെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഐഡ്ലിങ്ങിൽ നിൽക്കുള്ളൂ കേട്ടോ. ഇഞ്ചിൻ ഇത് മെറ്റഡോർ ഇഞ്ചിനായതുകൊണ്ട് തന്നെ സ്റ്റാർട്ടായി വരാനും നല്ല പാടാണ്. അപ്പോൾ എന്താണെങ്കിലും നോസിൽ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്താലാണ് വണ്ടി ഐഡ്ലിങ്ങിൽ നിൽക്കുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അതുവരെ ബൈ.